ചൈനീസ് AI ചാറ്റ്ബോട്ട് ഡീപ് സീക്കിന്റെ വരവോടെ എട്ടിന്റെ പണിയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. താരിഫ് ഭീഷണി മുഴക്കി ചൈനയെ പേടിപ്പിക്കാനിറങ്ങിയ ട്രംപിന് അപ്രതീക്ഷിതമായി ചൈനയിൽ നിന്നും കിട്ടിയ തിരിച്ചടിയാണ് ചൈനീസ് AI ചാറ്റ്ബോട്ട് ഡീപ് സീക്ക് എന്നത്. ഏകദേശം $600 ബില്യൺ വിപണി മൂല്യമാണ് അമേരിക്കയ്ക്ക് ഒറ്റയടിക്ക് നഷ്ടമായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ഡീപ് സീക്കിന്റെ അപ്രതീക്ഷിത മുന്നേറ്റം അമേരിക്കയുടെ സാങ്കേതിക വ്യവസായത്തിന് കനത്ത വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത്. AI ചിപ്പ് നിർമ്മാതാക്കളായ NVIDIAയുടെ ഓഹരികളിൽ 16%, ആൽഫബറ്റിന്റെ ഓഹരി മൂല്യം 2%, ഓപ്പൺ എയുടെ ഓഹരി മൂല്യം 3%-ആയി ഇടിഞ്ഞപ്പോൾ ഇത്രയും രൂപ ഒറ്റയടിക്ക് വെള്ളത്തിലാകുമെന്ന് അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. NVIDIAയ്ക്ക് പുറമെ ബ്രോസ്കോം, മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, സിസ്കോം, ടെസ്ല എന്നിവയുടെ ഓഹരികളും വൻ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഡീപ് സീക്ക് ഡൗൺലോഡ് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ലോക വിപണിയെ പോലും പിടിച്ചുലച്ചിരിക്കുകയാണ് ഡീപ് സീക്കിന്റെ എൻട്രി എന്നതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക ആസ്ഥാനമായുള്ള AI കമ്പനികളെ അപേക്ഷിച്ച് ഡീപ് സീക്ക് കുറഞ്ഞ ചെലവിലാണ് അവതരിപ്പിച്ചതെന്ന കണക്കുകൾ പുറത്തു വന്നതോടെ അമേരിക്കൻ വിപണി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സാമ്രാജ്യത്വ ശക്തിയായി ലോകത്തെ മുഴുവൻ സ്വന്തം കാൽച്ചുവട്ടിലാക്കാൻ പറ്റുന്നവരുടെ എല്ലാം വ്യാപാര യുദ്ധത്തിന് ഭീഷണി മുഴക്കിയ ട്രംപിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണിതെന്നും പറയാം. തങ്ങൾക്ക് നേരെ തിരിയുന്നവർക്കെതിരെ താരിഫ് ഭീഷണി മുഴക്കി പീഡിപ്പിക്കാൻ നോക്കുന്ന ട്രംപ് ഇതേ രീതി തന്നെയാണ് ചൈനയ്ക്ക് നേരെയും പ്രയോഗിച്ചത്. പക്ഷേ ചൈന അതൊന്നും മൈൻഡ് ചെയ്തില്ലെന്നും പറയാം. എന്നാൽ അമേരിക്കൻ വിപണിയെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ചൈനയുടെ ഈ നീക്കം ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പായി തന്നെ കണക്കാക്കണം. AI പ്ലാറ്റ്ഫോമായ ChatGPTയെ പിന്തള്ളി ആപ്പിളിന്റെ അമേരിക്കയിലെ ആപ്പ് സ്റ്റോറിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ള സൗജന്യ ആപ്ലിക്കേഷനായി മാറിയ ഡീപ് സീക്ക് കുറഞ്ഞ ചിലവുകളും ചിപ്പുകളും കുറഞ്ഞ ഡേറ്റയുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. വിപണിയിൽ AIയുടെ ആധിപത്യം കാണാൻ സാധിക്കുമെന്ന ഊഹാപോഹങ്ങൾ വ്യാപകമായി ഉയരുന്നതിനിടയിലാണ് വെല്ലുവിളിയായി ഡീപ് സീക്ക് പ്രധാനമായും എത്തുന്നത്. ഡീപ് സീക്കിന്റെ പെട്ടെന്നുള്ള ആധിപത്യം മൈക്രോസോഫ്റ്റ്, മെറ്റ പ്ലാറ്റ്ഫോമുകൾ, ആൽഫബറ്റ് എന്നിവയുടെ എല്ലാം പല പദ്ധതികളെയും യഥാർത്ഥത്തിൽ മാറ്റിമറിച്ചു. ചൈനയിലെ ഹാങ്ഷൌവിൽ പ്രവർത്തിക്കുന്ന കമ്പനി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയാണ് ഡീപ് സീക്ക് എന്നത്. 2023 ജൂലൈയിലാണ് കമ്പനിയുടെ ഔദ്യോഗിക തുടക്കമെങ്കിലും ജനുവരി 10-ന് ഡീപ് സീക്കിന്റെ AI പവേർഡ് ചാറ്റ്ബോട്ട് പുറത്തിറക്കിയതോടെ പല കമ്പനികളുടെയും ചുവട് തെറ്റി തുടങ്ങിയിരിക്കുകയായിരുന്നു. അമേരിക്ക, ബ്രിട്ടൻ, ചൈന എന്നിവിടങ്ങളിൽ ഏറ്റവും മികച്ച സൗജന്യ ആപ്ലിക്കേഷനായി പെട്ടെന്ന് തന്നെ ഇത് മാറുകയും ചെയ്തു. സൗജന്യം എന്നതിനപ്പുറം പരിധിയില്ലാത്ത ആപ്പിന്റെ ഉപയോഗം ആപ്പിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വലിയ തോതിൽ കാരണമായിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തവരുടെ റിവ്യൂകളിലേറെയും അനുകൂലമായതും കൂടുതൽ സ്വീകാര്യത ലഭിക്കാനും ഇടയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കേടുപാടുകൾ പെട്ടെന്ന് തന്നെ അമേരിക്കൻ സാങ്കേതിക വിപണികളിൽ തെളിഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. ഡീപ് സീക്ക് സ്ഥാപിച്ചത് 2023-ൽ ലിയാങ് വെൻഫെങ് എന്ന എഞ്ചിനീയർ ആയിരുന്നു. ChatGPT, ജെമിനി തുടങ്ങിയ ചാറ്റ്ബോട്ടുകളെ വെല്ലുന്ന നിരവധി ഭാഷാ മോഡലുകൾ ഡീപ് സീക്ക് ഇപ്പോൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. AIയിലെ സിലിക്കൺ വാലി കുത്തകയാണ് ഡീപ് സീക്ക് പ്രധാനമായും അട്ടിമറിച്ചതും. നേരത്തെ AI വികസിപ്പിക്കുന്നതിനുള്ള ചൈനയുടെ കഴിവ് പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചൈനയിലേക്കുള്ള അഡ്വാൻസ് സെമി കണ്ടക്ടർ കയറ്റുമതിയിൽ അമേരിക്ക വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഇതിന്റെ ഇടയിലാണ് ഡീപ് സീക്കിന്റെ മുന്നേറ്റവും അതുമൂലം അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഡീപ് സീക്കിന്റെ വളർച്ച ടെക് ഭീമന്മാരായ NVIDIA, മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ AI ഇൻഫ്രാസ്ട്രക്ചറിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയ കമ്പനികളെ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. ഡീപ് സീക്കിന്റെ ഓഹരി ഉയർന്നതോടെ അമേരിക്കയിലെ പ്രധാന AI കമ്പനികളുടെ എല്ലാം ഓഹരികൾ വലിയ തോതിൽ ഇടിയുകയും ചെയ്തു. കുറഞ്ഞ ചെലവിൽ ചൈനീസ് മോഡലുകൾ എത്തുന്നത് നിലവിലുള്ള അമേരിക്കൻ മോഡലുകൾക്ക് വൻ തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പുമാണ് വിദഗ്ധർ ഇപ്പോൾ നൽകുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ അത് ട്രംപിനെ പ്രകോപിപ്പിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇതിന്റെ പ്രതികാര നടപടി എന്നോണം വീണ്ടും ചൈനയ്ക്ക് നേരെ തിരിയാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെങ്കിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഈ തിരിച്ചടിയേക്കാൾ വലുതായിരിക്കും അപ്പോൾ ലഭിക്കുക എന്നതും ഉറപ്പാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി മാത്രമാണ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ഏക യൂറോപ്യൻ യൂണിയൻ നേതാവായി ഉള്ളത്. വോൺ ഡെർ ലെയൻ ഉൾപ്പെടെയുള്ള ഉയർന്ന തലത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ ട്രംപ് ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ താരിഫ് ചുമത്തുമെന്ന് ട്രംപ് ഒന്നിലധികം ഭീഷണികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം അത്ര നല്ല നിലയിലല്ല നിലനിൽക്കുന്നത്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഒരു ശീത സമരവും നടക്കുന്നുണ്ട്. ഒപ്പം നിൽക്കുന്നവരെ മറ്റു വലിയ ശക്തികളെയും ഒക്കെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് അമേരിക്കയിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറും. ചൈനയിൽ നിന്നും ഒറ്റയടിക്ക് കിട്ടിയ ഈ തിരിച്ചടി തന്നെ അതിനുള്ള ഒരു ഉദാഹരണമായി കണക്കാക്കാം.